നമസ്കാരം. ഞാൻ ലക്ഷ്മി വിലാസ് ടീ ഷാപ്പിൻ്റെ ഓണറാണ്. അനന്തൻ എന്നാണ് പേര്. പണ്ട് മുതൽക്ക് തേര് കട പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. 65-ന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ. അതുവരെ തേരിന് കടയുണ്ടാവും, കുണ്ടമ്പലത്തിൽ 3-4 കട വരും, അങ്ങനെ പോകും. അത് കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം, ഈ കടകളൊക്കെ വരുമ്പോൾ അച്ഛന് തോന്നി ഒരു ടെൻഡർ പോലെയാക്കി അതിന് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട്. അന്ന് 500 റുപ്യ 1000 റുപ്യയാണ് ടെൻഡർ പോവുക. അത് 65 തൊട്ട് തുടങ്ങിയത് 75 ആകുമ്പോഴേക്കും 10,000 റുപ്യ ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2000 ആകുമ്പോഴേക്കും ലക്ഷമായി. ഇപ്പോൾ 2024 14 ലക്ഷമാണ് ടെൻഡർ, കുണ്ടമ്പലം മാത്രം. പുറം ടെൻഡർ പറയുന്നത് ഇതുപോലെയാണ്. 500 റുപ്യയാണ് മുനിസിപ്പാലിറ്റി ലേലം. ആ ലേലം ഒരൊറ്റ പിരിവേ ഉള്ളൂ. ആ 3-ാം തീയതി ദിവസം ഒന്ന് പിരിച്ചെടുക്കണം. ആ ലേലവും മാണിക്കൻ്റെ അച്ഛനായ രാഘവനും ഒരു ആണ്ടി ഉണ്ടായിരുന്നു. അവർ രണ്ടാളുമാണ് ഈ കളക്ഷൻ ചെയ്യുക. അതിപ്പോൾ അതൊക്കെ പോയി. ആ ടെൻഡർ നിന്നു, നിലവിലില്ല. ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്കാരെ അവർ പിരിക്കുകയാണ് ചെയ്യണത്. പണ്ട് മുതൽക്കേ വരുന്നവർ തമിഴ്നാടുകാരാണ്. അവർ വരുന്നത് കച്ചട്ടി തിരിവ് പറഞ്ഞാൽ കച്ചട്ടിയാണ്. കംപ്ലീറ്റ് 7-8 വീട്ടിൽ കച്ചട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കച്ചട്ടി തിരിവാണ്. ഇപ്പോൾ കച്ചട്ടി തിരിവേ ഉള്ളൂ, കച്ചട്ടിയില്ല. അതേപോലെ പൂഷണിക്ക തിരിവ് പറഞ്ഞ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ തൊടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ പൂഷണിക്കായി നിറച്ചും കാക്കി, അതായത് ഇളവൻ വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് ഇളവൻ കാച്ചിക്കൊണ്ടിരുന്നു. അത് ഒരു ഭാഗം എന്താക്കി, വീടാക്കി, പിൻഭാഗം തൊടിയാക്കി. ഇപ്പോൾ 2 സൈഡും വീടായി. അത് 12-ാം തിരുവായി, ഇത് പൂഷണിക്ക തിരുവായി. അല്ല, കൽച്ചട്ടി തിരിവ് ഈ തേരിന് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കൽച്ചട്ടി തിരിവ്. മുമ്പിൽ ഇവിടെയൊന്നും കടയില്ല. ഈ ഗ്രാമത്തിലെ പഴയ ഉൽപ്പാദത്തിൽ 2 തിരിവ് കടയേ ഇല്ല. അതൊക്കെ 67, 68 അവിടെ ടെൻഡർ വിളിച്ചപ്പോൾ ആ ടെൻഡർ വിളിയിൽ നിന്ന് പൈസ പോരാ പറഞ്ഞിട്ട് അവർക്ക് സാധിക്കില്ല, ആ രൂപ കൊടുക്കാൻ സാധിക്കില്ല പറഞ്ഞപ്പോൾ ചില ആൾക്കാർ മുകളിൽ അങ്ങനെ കടയിട്ടു. ആ കടകളാണ് ഇപ്പോൾ 2 ലൈനായിട്ട് കടകളായിട്ട് നിൽക്കുന്നത്. മുമ്പിൽ കടകളേ ഇല്ല. അവിടെ അധികം കുണ്ടമ്പലത്തിൽ പൈസ അധികം, അത് കൊടുക്കാൻ ഇവർക്ക് വഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, മോൾ ഭാഗത്ത് കടയിട്ടു. അത് ഈ RS ആചാരം 3-4 കടകൾ വരും, അത്രയേ ഉള്ളൂ. ഇത് പോയി വിപുലീകരിച്ചിട്ടാണ് ഇപ്പോൾ ഈ കട ഈ പുതിയ പാലം വരയ്ക്കുന്നുണ്ട്. പുതിയ പാലം അല്ല, അതിന് അങ്ങാപ്പുറത്തുണ്ട് കടകൾ. 2024 ഇപ്പം അങ്ങനെയാണ് കാണുന്നത്. നല്ല തിരക്കുണ്ട്. മാറ്റമില്ലാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ ചാത്തപ്പുരം ഗ്രാമം മാത്രമേ ഉള്ളൂ. അവിടെ ഇന്നും കടയില്ല, അന്നും കടയില്ല.
എൻ്റെ പേര് വസന്ത. ഞാൻ കാനറ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഓഫീസറാണ്. ഞാൻ താമസിക്കുന്നത് പഴയ കൽപ്പാത്തിയിൽ നടുഗ്രാമത്തിൽ കൃഷ്ണകൃപ എന്ന വീട്ടിലാണ്. ഞാൻ 1959 കൽപ്പാത്തിയിലാണ് താമസം. ആ പഴയ കാലത്തൊന്നും ഇവിടെ ഉമ്മർത്തൊന്നും കടകൾ ഉണ്ടായിരുന്നില്ല. അന്ന് മഡ് റോഡാണ് ഉള്ളത്. അന്ന് ഇതിനെക്കാട്ടിലും വലിയ തേരാണ്. അത് വലിക്കാൻ 2 ആനകൾ വേണ്ടി വരും. അതൊക്കെ ഇപ്പോൾ മാറി. പിന്നെ അന്ന് പാലക്കാടൊന്നും ഫാൻസി സ്റ്റോഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഈ കൽപ്പാത്തി തേര് കട വരണം. അന്ന് പൂണ്ടമ്പലത്തിൽ മാത്രമേ കടയുണ്ടായിരുന്നുള്ളൂ. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുള്ള ആൾക്കാരാണ് ഈ ഫാൻസി സ്റ്റോറൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ 10-20 വർഷമായി എല്ലാ ഉമ്മർത്തൊക്കെ കട വന്നു തുടങ്ങി. പിന്നെ അത്യാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് പാത്രങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. സേലം അവിടെ നിന്ന് കച്ചട്ടിയൊക്കെ വരുന്നുണ്ട്. ഭരണികളെ കച്ചട്ടികളൊക്കെ സേലത്തു നിന്നാണ് വരുന്നത്. സാധാരണ 5-ാം തീയതി മുതൽക്കാണ് കടകൾ ഇടുന്ന പതിവ്. അതാണ് ഇവിടുത്തെ നിയതിയും കൂടി. പക്ഷേ ഇപ്പോഴൊക്കെ 5-ാം തീയതി മുമ്പ് തന്നെ വരുന്നുണ്ട്. അന്ന് 10-20 കടയേ ഉണ്ടായിരുന്നുള്ളൂ കുണ്ടമ്പലത്തിൽ. ഇപ്പോൾ ധാരാളം കടകൾ കുണ്ടമ്പലത്തിലും പുറത്തുമൊക്കെ ഉണ്ട്. ഈ കടകളൊക്കെ ഗുരുവായൂർ ഏകാദശി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവരൊക്കെ പോവും. என் பேர் வேலாயுதம். நாங்கள் சேலத்துலேருந்து வரோம். ஆனால் கல்பாத்திக்கு வந்து எங்கள் தாத்தா காலம் முதல் வரோம். ஆனால் எங்களுக்கு கல்ச்செடி தெருவுன்னு ஒரு பேர் இருக்குது. இப்போ வந்து இந்த கிருஷ்ண தெருவுக்கு வந்து நான் தான் இங்கே வந்தது. கல்ச்செடி கொண்டு வந்து கிருஷ்ண தெருவுக்கு நாங்கள் இப்போ ஒரு 20 வருஷமாக அங்கே வரோம். இந்த நடையில் மட்டும் 20 வருஷமாக போடுறோம் கல்ச்செடி. அன்னைக்கெல்லாம் எங்களுக்கு கல்ச்செடி கடையே ஒரு 10 கடை இருக்கும். எப்படி கல்ச்செடி தெருவில் வந்து ஒரு 10 கடை இருக்கும். இப்போ இங்கே கிருஷ்ணன் கோயில் இதில் நம்ம சிவன் கோயிலில் வந்து ஒரு 5-6 கடை வந்துச்சு. இப்போ வந்து ஆக ஒரு 3 கடை தான் இருக்குது. ஆனால் தேர் கடைக்கு நிறையா இருக்குது, அதெல்லாம் சொல்ல முடியாது. கல்ச்சட்டிங்கிறது வந்து இப்போ 3 கடை இந்த வருஷம். ஆள் உண்டாக்குறவங்க இல்லை. இதே வந்து நான் ஒரு ஆள் தான் சொந்தமாக உண்டாக்குறேன். இப்போ கல்பாத்தி பிடிச்சி போச்சுன்னா திருப்பி ஒரு வருஷத்துக்கு ஒரு 10-500 ரன் உண்டாக்கி இங்கே மட்டும்தான் எங்களுக்கு சேல்ஸு. ஃபஸ்ட்டு வந்து ஆள் கேரளா, காசர்கோடு முதல் கன்னியாகுமரி வரை நாங்கள் வியாபாரம் பண்ணாலாக இருக்கோம். இப்போ கல்ச்சட்டி இல்லை. அதனால் கல்பாத்தி மட்டும் அந்த காலத்து ஞாபகமாக கல்பாத்தி மட்டும் பார்க்குறோம். இது முடிஞ்சாச்சுன்னு திரும்பி போய் ஒரு வருஷத்துக்கு தினம் 2-3 தான் உண்டாக்க முடியும்.
உண்டாக்கி இங்கே ஒரு 10-5 கொண்டு வந்து விற்கிறேன். எங்களுக்கு 2 ஸ்டால் இருக்குது. எங்கள் தம்பி இது ஒரு ஸ்டாலை மேலே போட்டிருக்கான். இந்த வருஷம் ஒரு ஸ்டால் எக்ஸ்ட்ரா வந்திருக்கு. போன வருஷம் 2 நம்மளுக்கு தான்.